അങ്ങനെ നമ്മൾ തിരുനെല്ലിയും തോത് അടുത്ത സ്ഥലത്തേക്ക് പോകാനായി. അന്നേരം കാണാൻ നമ്മൾ ആന വണ്ടി ഇങ്ങനെ കുടുങ്ങിയിരിക്കും. നമ്മൾ പാൽച്ചുരം വഴിയാന്നേ അതുകൊണ്ട് കൊട്ടിയൂരമ്പലം കൂടി കാണാൻ പറ്റി. കയറിയിട്ടൊന്നും ഇല്ലെങ്കിലും പുറത്തുനിന്ന് കാണാൻ പറ്റി. അങ്ങനെ അതും കണ്ട് നമ്മളെ ഫസ്റ്റ് ക്ഷേത്രത്തിലേക്ക് പോയി. നിർവേലിയാന്നേ ക്ഷേത്രം ഉള്ളത്. ആടെ വണ്ടി ഇറങ്ങിയിട്ട് കുറച്ച് നടക്കാനുണ്ടേ. അടുത്ത ഒരു കൊളാന്നേ ഇത്. നേരത്തെ ഒരു ആംബിയൻസ് എല്ലാം വെച്ച് അനന്തഭദ്രത്തിലെ ദിഗംബരന്റെ സ്ഥലം പോലെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ആ ഭാഗത്തേക്ക് പോയി. അങ്ങനെ ആടെ നിന്ന് നമ്മൾ ഇറങ്ങിയ അടുത്ത സ്ഥലത്തേക്ക് പോക്കായി. 4 ക്ഷേത്രവും 4 ഭാഗത്തായതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം പോകാനുണ്ടേ. അങ്ങനെ അത് കഴിഞ്ഞ് അടുത്ത സ്ഥലത്ത് ഇത് പെരിഞ്ചേരി വിഷ്ണു ക്ഷേത്രമാണേ. ആടെയും കയറി നമ്മൾ പ്രാർത്ഥിച്ച് അതും കഴിഞ്ഞിട്ട് അതിലൂടെ നടക്കുമ്പോൾ ഏകദേശം എല്ലാ ക്ഷേത്രവും ഒരേപോലെ തന്നെയുണ്ട്. അങ്ങനെ എല്ലാരെയും വീഡിയോ എടുത്ത് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോയി. അടുത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അന്ന് മുമ്പിലൊരു വണ്ടിയാണ്. പോക്കത്ര ശരിയില്ലാന്ന് കണ്ടുകൊണ്ട് നമ്മൾ വേഗം കടങ്ങായിട്ട് കുറച്ച് മുമ്പോട്ട് വരുമ്പോൾ നിന്നെ കണ്ടേ എന്നല്ലേ അതെല്ലാം കണ്ട് നമ്മൾ അടുത്ത സ്ഥലത്ത് അടുത്തൊരാള് പ്രാർത്ഥിക്കുന്നുണ്ടാ. ഈ ആൽമരം കണ്ടിട്ട് തിരിയുമ്പം കാണാൻ നമ്മളെ വണ്ടി പോലത്തെ ഓനോടും ടാറ്റ പറഞ്ഞ് നമ്മളെ വണ്ടിന്റെ അടുത്തേക്ക് ആടുന്ന വണ്ടിന്റെ 2 ഫോട്ടോ എടുത്ത് നമ്മളെ നേരെ അടുത്ത സ്ഥലത്തേക്ക് എത്തി. നമ്മൾ ഇവിടെ എത്തുമ്പോൾ ഇവിടെ ഭയങ്കര തിരക്കേനും ഇവിടെ അന്നദാനം എല്ലാം ഉണ്ട് എന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും. അങ്ങനെ 1/2 മണിക്കൂർ ക്യൂ എല്ലാം നിന്ന് ദർശനം എല്ലാം കഴിഞ്ഞ് കഞ്ഞി കുടിക്കാൻ വന്നിട്ടാണല്ലേ. അതിന്റെ അപ്പുറം തന്നെ നല്ല പുരിക്കു അച്ചാറും ഉണ്ടായിരുന്നു. എല്ലാം കൂട്ടിട്ട് കുറച്ച് കഞ്ഞി കുടിക്കുമ്പോൾ നല്ല മഴയും പെയ്ത് ആ തണുപ്പത്തിരുന്ന് കഞ്ഞി കുടിക്കാൻ നല്ല രസമായിരുന്നു. പക്ഷെ അലാക്കിന്റെ മഴ ചോർന്നിട്ടുമില്ല. അങ്ങനെ എങ്ങനെയല്ല ഓടി വണ്ടി കയറിയേ. മഴ നിന്ന് കണ്ണൂരെത്തിയാൽ ബ്ലോക്കായി. ഹൈവേ കയറിയാണ് അന്ന് ഒരു ആക്സിഡന്റ്. ഈ വണ്ടി അങ്ങനെ പണിയായിനെ. മറ്റേ വണ്ടിക്കൊന്നും പറ്റി. അത് കഴിഞ്ഞ് കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ അടുത്ത ആക്സിഡന്റ്. അങ്ങനെ ബ്ലോക്കും എല്ലാം താണ്ടി നമ്മള് നാട്ടിലെത്തിനെ. വീട്ടിലെല്ലാം എത്തിയാലും ഒന്ന് വോക്കലല്ല വിട്ടിനെ. അങ്ങനെ വണ്ടിയോടും ഇതിനാട്ടോടും ടാറ്റ പറഞ്ഞ് നമ്മള് നേരെ വീട്ടിലേക്ക് പോയി.